So friends, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്സിന്റെയും ജികെയുടെയും എല്ലാം ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ഒരു ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ മാത്സ് ക്ലാസ്സിൽ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളെ ഇക്വേഷനൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളത് പഠിച്ചു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 11 ഓറഞ്ച് 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു എങ്കിൽ ലാഭ ശതമാനം എത്ര? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. 11 ഓറഞ്ച് 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? 11 ഓറഞ്ചിന് 10 രൂപ നിരക്കിൽ എന്ന് പറയുമ്പോൾ 11 × 10 110. ദെൻ 10 എണ്ണം 11 രൂപ നിരക്കിൽ പറയുമ്പോൾ 10 × 11 ദെൻ എഗെയിൻ എന്താണ് 110. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 10 എണ്ണം 11 രൂപ നിരക്കിൽ എന്നാണ്. മൊത്തം 11 ഓറഞ്ച് ഉണ്ട്. അതിൽ 10 എണ്ണം 11 രൂപ നിരക്കിൽ കൊടുത്തു. ബാക്കി ഒരു ഓറഞ്ച് ഇല്ലേ? ആ ഒരു ഓറഞ്ച് എത്ര രൂപയ്ക്കാണ്, എത്ര നിരക്കിലാണ് കൊടുത്തതെന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടേ ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്താൽ എന്ത് പറ്റും? നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, ഇവിടെ 10 ഓറഞ്ചിന്റെ കാര്യമാണ് വിറ്റ കാര്യം പറയുന്നത്. ബാക്കി ഒരു ഓറഞ്ചിന്റെ കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്തു പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായാലും തെറ്റിപ്പോകും. ഓക്കെ ആണല്ലോ? അപ്പം ഇത് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നിട്ടുള്ളതിൻ്റെ എണ്ണം, ഓക്കെ, എണ്ണം ഇവിടെ എഴുതുക, രൂപ ഇവിടെ എഴുതുക. ഓക്കെ, എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 11 ഓറഞ്ചിന് എത്ര രൂപ നിരക്കിലാണ്? 10 രൂപ നിരക്കിലാണ് വാങ്ങിയത് അല്ലേ? അപ്പോൾ 11 എണ്ണം 10 രൂപ നിരക്കിൽ. ദെൻ 10 എണ്ണം എത്ര രൂപ നിരക്കിൽ? 11 രൂപ നിരക്കിൽ. അപ്പോൾ എണ്ണവും രൂപയും ഇങ്ങനെ നമുക്ക് താഴോട്ട് എടുത്തെഴുതാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 10 100 ഇവിടെ വരും. 11 × 11 121 ഇവിടെ വരും. ഓക്കെ ആണല്ലോ? ഈ ഫസ്റ്റിന് വരുന്ന ഇതാണ് നമ്മുടെ എന്ത്? വാങ്ങിയ വില. ഓക്കെ, വാങ്ങിയ വില ഇതാണ്. ദെൻ ഇതാണ് എന്ത്? വിറ്റ വില ഇവിടെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇത് വാങ്ങിയ വില, ഇത് വിറ്റ വില. അപ്പം 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 121 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര രൂപ ലാഭം കിട്ടി? 21 രൂപ ലാഭം കിട്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ ശതമാനമല്ലേ നമുക്ക് കാണേണ്ടത്? 21 രൂപയുടെ ലാഭശതമാനമാണ് കാണേണ്ടത്. അതെങ്ങനെയാണ് കാണുക? 21 രൂപയുടെ ലാഭശതമാനം എന്ന് പറയുമ്പോൾ 21 നമ്മൾ ലാഭശതമാനവും നഷ്ടശതമാനവും രണ്ടും നമ്മൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുക? വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഈസി ആയിട്ട് അറിയും. വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ വാങ്ങിയ വില എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? 100 ആണ്. അപ്പോൾ 21/100 ഇൻറ്റു എന്താണ്? ശതമാനമാണ് അല്ലേ? ലാഭശതമാനം. ശതമാനം കാണുമ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. എന്താണ് ഇവിടെ 0 ക്യാൻസലായി പോയി. ദെൻ ആൻസർ എന്താണ്? 21% എന്തെന്ന് പറയുന്നത്? ലാഭശതമാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ആ മെത്തേഡിൽ യൂസ് ചെയ്താൽ നമുക്കിത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 11 ഓറഞ്ച് 10 രൂപ നിരക്കിൽ വാങ്ങി. അപ്പോൾ 11 × 10 110. ദെൻ 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. അപ്പോഴും 11 × 10 എന്താണ്? 110 തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? സെയിം തന്നെയല്ലേ വരിക? പിന്നെ എങ്ങനെ 21% ലാഭം വരും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവർ ശ്രദ്ധിക്കുക. എന്താണ്? ഇവിടെ 11 ഓറഞ്ച് 10 രൂപ നിരക്കിലാണ്. അടുത്തത് വിറ്റത് എത്ര എണ്ണമാണ്? 10 ഓറഞ്ചേ വിറ്റിട്ടുള്ളൂ. ബാക്കി ഒരു ഓറഞ്ച് അവിടെയുണ്ട്. ആ ഒരു ഓറഞ്ചിൻ്റെ വിറ്റ എന്താണ്? വിലയോ നിരക്കോ എന്തെങ്കിലും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം എന്നുള്ളതാണ് അവിടെ അല്ലേ? അതായത് ആ ഒരു ഓറഞ്ചിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. സോ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നാൽ നിങ്ങൾ ആ രീതിയിലൊന്നും ചിന്തിച്ചിട്ട് എന്താണ് ടൈം വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇങ്ങനത്തെ ഏത് പ്രോബ്ലം ഈ മെത്തേഡിൽ തന്നാലും എണ്ണം എഴുതുക, രൂപ എഴുതുക, നേരിട്ട് എഴുതുക, ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതെന്താണ്? താഴെ എഴുതി ആദ്യം കാണുന്നത് വാങ്ങിയ വില, രണ്ടാമത് കാണുന്നത് വിറ്റ വില. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അതായിരിക്കും നമ്മുടെ ലാഭശതമാനം ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ശതമാനം കാണാം. ഓക്കെ ആണല്ലോ? ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. നമ്മുടെ ആൻസർ എത്രയാണ്? 21% എന്നുള്ളതാണ് നമ്മുടെ ലാഭശതമാനം. അടുത്ത ചോദ്യം നോക്കാം. ഒരു കച്ചവടക്കാരൻ 1 രൂപയ്ക്ക് 2 പേനകൾ എന്ന നിരക്കിൽ വാങ്ങി
4 പേനകൾ 3 രൂപയ്ക്ക് എന്ന നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര? അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എണ്ണം, അല്ലേ, എണ്ണം എഴുതണം, അതുപോലെ തന്നെ രൂപയും എഴുതണം. എണ്ണം എത്രയാണ്? 1 രൂപയ്ക്ക് 2 പേനകളാണ്. അപ്പോൾ 2 എണ്ണം, 2 പേനകൾ 1 രൂപയ്ക്ക്, ദെൻ 4 പേനകൾ 3 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണ്ണവും നമ്മൾ രൂപയും എഴുതി, ദെൻ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 4 4 3 2 6 ക്രോസ് ആയിട്ട് ഗുണിച്ചു. ദെൻ ഇവിടെ 4, ഇതാണ് എന്ത്? നമ്മുടെ വാങ്ങിയ വില ആദ്യം കാണുന്നതാണ്, അല്ലേ, വാങ്ങിയ വില. ഇത് വിറ്റ വിലയാണ്. അപ്പോൾ 4 രൂപയ്ക്ക് വാങ്ങിച്ചു, 6 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് അവിടെ ലാഭം? 4ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2, അല്ലേ. അപ്പോൾ 2 രൂപയാണ് ലാഭം. അതിൻ്റെ ശതമാനമല്ലേ കാണേണ്ടത്? അപ്പോൾ 2 രൂപയുടെ ലാഭശതമാനം എന്ന് പറയുമ്പോൾ 2 രൂപ ഏത് വെച്ചിട്ടാണ് നമ്മൾ ലാഭശതമാനം കാണുക? ലാഭശതമാനം ആയിക്കോട്ടെ നഷ്ടശതമാനം ആയിക്കോട്ടെ, നമ്മൾ ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? വാങ്ങിയ വിലയെ, അല്ലേ. വാങ്ങിയ വില എത്രയാണ്? 4 ആണ്. അപ്പോൾ 2/4 ഇൻറ്റു ശതമാനമാകുമ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചു. ചെയ്യാലോ? ഈസി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 4ൽ 2, അല്ലേ, പോയില്ലേ? ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 2 ഉണ്ട്. 2 100 എത്ര പ്രാവശ്യം? 50 പ്രാവശ്യം, അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? 50% എന്നുള്ളത് കിട്ടി. ഓക്കെ ആണല്ലോ? ലാഭശതമാനം എത്രയാണ്? 50% വരിക. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ പറയാം. നമുക്ക് തന്നിരിക്കുന്ന ഈ രീതിയിലാണെങ്കിൽ 1 രൂപയ്ക്ക് 2 പേനകൾ, 4 രൂപയ്ക്ക് 3 പേനകൾ വിറ്റു. അപ്പോൾ ലാഭശതമാനം ഈ രീതിയിലുള്ള ഏത് പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യണം? എണ്ണം എഴുതുക, രൂപ എഴുതുക, ദെൻ എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ എഴുതുക. ആദ്യം കാണുന്നത് വാങ്ങിയ വില, രണ്ടാമത് കാണുന്നത് വിറ്റ വില. അപ്പോൾ അവയെ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നമുക്ക് ലാഭമോ നഷ്ടമോ എന്നുള്ളത് അറിയാൻ പറ്റും. ദെൻ അതിൻ്റെ ശതമാനം കാണാൻ എന്ത് ചെയ്യണം? കിട്ടുന്ന ആൻസർ ഡിവൈഡഡ് ബൈ വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കി നമ്മൾ ചെയ്യാം. അപ്പോൾ വാങ്ങിയ വില ഇൻറ്റു ശതമാനമായതുകൊണ്ട് എത്ര കൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഈ മെത്തേഡ് എല്ലാം അങ്ങനെ തന്നെ ചെയ്താൽ മതി ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് വന്നാൽ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 50% എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. 6 പേനയുടെ വാങ്ങിയ വില 5 പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം എത്ര? എന്താണ്? 6 പേനയുടെ വാങ്ങിയ വില 5 പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ, 6 പേനയുടെ വാങ്ങിയ വില 5 പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭശതമാനം. ഇത് വളരെ ഈസിയാണ്, ഒന്നും ചെയ്യാനില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കാം, എണ്ണം നോക്കാം. 6 പേനയും ഇവിടെ 5 പേനയും, അല്ലേ. വാങ്ങിയത് 6 പേനയുടെ വിലയും 5 എണ്ണം വിറ്റതിൻ്റെയും, അല്ലേ. അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. 6 - 5 എത്രയാണ്? 1 ആണ്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഇവിടെ ലാഭശതമാനമാണെങ്കിൽ ഇതിലെ ചെറിയ സംഖ്യ എടുക്കുക. ചെറുത് ഏതാണ്? 5 അല്ലേ. അതിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക, ഇൻറ്റു ശതമാനമായതുകൊണ്ട് എത്ര കൊണ്ട് ഗുണിക്കുക? 100 കൊണ്ട് ഗുണിക്കുക. 1/5 ഇൻറ്റു 100 എന്നുള്ളത് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നോക്കുക, 8 പെൻസിലിൻ്റെ വാങ്ങിയ വില 10 പെൻസിലിൻ്റെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നുള്ളതാണ്. ഇവിടെയും സെയിം എന്ത് ചെയ്യുക? ഇവ തമ്മിലുള്ള ഡിഫറൻസ് 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ, ഇവിടെ നഷ്ടശതമാനം അല്ലേ. നഷ്ടശതമാനം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ. ഇവിടെ 8ഉം 10ഉം ആണ്. സോ വലിയ സംഖ്യ എത്രയാണ്? 10 ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് 2 പ്രോബ്ലം ഒരുമിച്ച് എഴുതിയത്. ലാഭശതമാനമാണെങ്കിൽ താഴെ എന്ത് ചെയ്യണം? ചെറിയ സംഖ്യ എഴുതാം. നഷ്ടശതമാനമാണെങ്കിൽ താഴെ എന്തെഴുതണം? വലിയ സംഖ്യ എഴുതുക. വലിയ നഷ്ടമാണെന്ന് ആലോചിക്കുക. അപ്പോൾ വലിയ സംഖ്യ എഴുതുക. നഷ്ടമാണെങ്കിൽ വലിയ നഷ്ടം, വലിയ സംഖ്യ എഴുതുക നഷ്ടശതമാനത്തിൽ. ലാഭശതമാനമാണെങ്കിൽ എന്ത് ചെയ്യുക? ചെറിയ സംഖ്യ താഴെ എഴുതാം. മുകളിൽ എന്താണ് വരുന്നത്? ഈ തന്നിരിക്കുന്ന എണ്ണങ്ങൾ, അല്ലേ, എത്ര പേനയാണ് എന്നുള്ളതിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ 6ൽ നിന്നും 5 പോയാൽ 1 ഡിവൈഡഡ് ബൈ ലാഭശതമാനമായതുകൊണ്ട് ചെറിയ സംഖ്യ ഇൻറ്റു 100 ചെയ്യാം. ഇവിടെ എന്താണ്? നഷ്ടശതമാനമായതുകൊണ്ട് ഡിവൈഡഡ് ബൈ വലിയ സംഖ്യ എഴുതി ഇൻറ്റു 100 ചെയ്താൽ എന്തായി? നഷ്ടശതമാനമായി. ഓക്കെ, ലാഭശതമാനമാണെങ്കിൽ ചെറിയ സംഖ്യ താഴെ എഴുതുക. നഷ്ടശതമാനമാണെങ്കിൽ എന്ത് ചെയ്യുക? വലിയ സംഖ്യ താഴെ എഴുതുക. ഇനി ഇത് സോൾവ് ചെയ്യാലോ. 1/5 ഇൻറ്റു 100. 100ൽ 5 എത്ര പ്രാവശ്യം പോകും? 20 പ്രാവശ്യം പോകും. 20 ഇൻറ്റു 1 20. 20% ലാഭശതമാനം. ഇവിടെ എത്രയാണ്? 2/10 ഇൻറ്റു 100 ആണ്, അല്ലേ. അപ്പോൾ ഇവിടെ എത്ര പോകും? 10ൽ ഈ 0 പോയി, ഈ 0 പോയി. 2 ഇൻറ്റു 10 എത്രയാണ്? 20% എന്നുള്ളത് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ ഡിഫറൻസ്, അല്ലേ. 6 പേനയുടെ വാങ്ങിയ വില 5 പേനയുടെ വിറ്റ വില എന്നുള്ളതാണ്.
രണ്ടിൻ്റെയും ഡിഫറൻസ് കാണുക, ഡിവൈഡഡ് ബൈ ലാഭശതമാനമാണെങ്കിൽ ചെറിയ സംഖ്യ, നഷ്ടശതമാനമാണെങ്കിൽ എന്ത് ചെയ്യുക, വലിയ സംഖ്യ എഴുതുക, ഇൻറ്റു ശതമാനമായതുകൊണ്ട് എത്ര കൊണ്ട് ഗുണിക്കണം, 100 കൊണ്ട് ഗുണിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി, 20% എന്ന്. രണ്ടിടത്തും എത്രയാണ്, 20% എന്നുള്ളത് കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഒരു വ്യാപാരി തൻ്റെ കൈവശമുള്ള സാധനങ്ങളുടെ 1/5 ഭാഗം 3% ലാഭത്തിന് വിറ്റു. ബാക്കിയുള്ള ഭാഗങ്ങൾ എത്ര ശതമാനം ലാഭത്തിന് വിറ്റാൽ അയാളുടെ ലാഭം 15% ആകും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ് തന്നിട്ടുള്ളത്? ഒരു വ്യാപാരി 1/5 ഭാഗം എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എത്രയുണ്ട്, മൊത്തം 5 ഭാഗമുണ്ട്. അതിലൊരു ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റു, 3% ലാഭത്തിന് വിറ്റു. 5 ഭാഗമുണ്ട്, അതിലൊരു ഭാഗം 3% ലാഭത്തിന് വിറ്റു. ഇനി ബാക്കി അപ്പോൾ എത്ര ഭാഗമുണ്ട്, 4 ഭാഗമില്ലേ? 5-ൽ 1 ഭാഗം പോയാൽ ബാക്കി എത്ര ഭാഗമുണ്ട്, 4 ഭാഗമുണ്ട്. ഈ 4 ഭാഗം എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര ശതമാനത്തിന് വിറ്റാലാണ്, എത്ര ശതമാനം ലാഭത്തിന് വിറ്റാലാണ് അയാളുടെ ലാഭം 15% ആകുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഈ 4/5 ലാഭശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി 15% ലാഭമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെയുള്ളത് 5 ഭാഗമാണ്, അതിൽ 15% ലാഭമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, 5 × 15% അല്ലെ, 75% എന്നുള്ളതല്ലേ അർത്ഥം. അപ്പം 75 ആണ്. ദെൻ നമുക്ക് ഒരു ഭാഗത്തിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ, ഒരു ഭാഗത്തിന് എത്ര ശതമാനം ലാഭമാണ് തന്നിട്ടുള്ളത്, 3%. അതായത് 1 × 3 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് കാണേണ്ടത്, 4 ഭാഗത്തിൻ്റെയാണ് അല്ലേ. 5-ൽ നിന്ന് 1 പോയാൽ 4 ഭാഗത്തിൻ്റെ ഇവിടെ എത്ര വരും, 75-ൽ നിന്ന് 3 പോയാൽ 72 വരും അല്ലേ, 72 ആണ്. അങ്ങനെയാണെങ്കിൽ 4/5 ഭാഗത്തിൻ്റെ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 4/5 ഭാഗത്തിൻ്റെ എന്ന് പറയുമ്പോൾ 72/4 അല്ലേ. 72/4 എന്ന് പറയുന്നത് എത്രയാണ്, 18. ഓക്കെ ആണല്ലോ. അപ്പോൾ 18% ലാഭത്തിന് വിറ്റാലാണ് അയാൾക്ക് എന്ത് കിട്ടുക, 15% ലാഭമായിട്ട് കിട്ടുന്നത്. ഓക്കെ, 4/5 ഭാഗം 18% ലാഭത്തിന് വിറ്റാലാണ് 15% ലാഭം അയാൾക്ക് കിട്ടുക. ഒന്നുകൂടെ പറയാം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു വ്യാപാരി തൻ്റെ കൈവശമുള്ള സാധനങ്ങളുടെ 1/5 ഭാഗം എന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ മൊത്തം എത്ര ഭാഗമുണ്ട്, 5 ഭാഗമുണ്ട്. അതിൽ ഒരു ഭാഗം 3% വിറ്റു. ബാക്കി എത്രയുണ്ട്, 4/5 ഭാഗമുണ്ട്. ആ ഭാഗം എത്ര ശതമാനത്തിന് വിറ്റാലാണ് അയാൾക്ക് 15% ലാഭം കിട്ടുക എന്നുള്ളതാണ്. ടോട്ടൽ 5 ആണോ ഉള്ളത്, 5 ഭാഗമുണ്ട്. അതിൽ എന്താണ് 15% ലാഭം കിട്ടുക എന്ന് പറയുമ്പോൾ 5 × 15 എത്രയാണ്, 75 എന്ന് കിട്ടി. ദെൻ ഒരു ഭാഗത്തിന് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഭാഗം 3% വിറ്റു എന്ന് പറയുമ്പോൾ 1 × 3 3 വന്നു. ഓക്കെ, നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 4 ഭാഗത്തിൻ്റെയാണ്. അപ്പം 4 ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ 5 ഭാഗത്തിൻ്റെ, ഇവിടെ 1 ഭാഗത്തിൻ്റെ. അപ്പം 5-ൽ നിന്ന് 1 കുറച്ചാൽ എന്തായി, 4 ഭാഗമായില്ലേ. അപ്പം 5-ൽ നിന്ന് 1 പോയാൽ 4 ഭാഗം. അപ്പോൾ ഇവിടെ 75-ൽ നിന്ന് 3 പോയാൽ 72 എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ്, 4/5 കാണാൻ എന്ത് ചെയ്യുക, 72/4 ചെയ്താൽ എത്ര കിട്ടി, 18% എന്നുള്ളത് കിട്ടി. ഓക്കെ ആണല്ലോ. 18% എന്തെന്ന് പറയുന്നത്, എത്ര 18% വിറ്റാലാണ് അയാളുടെ ലാഭം എന്തായിട്ട് മാറുക, 15% മാറുക. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.